അങ്ങനെ നമ്മളിതാ അടുത്തൊരു ദിവസം നമ്മുടെ കുന്നിൽ ആയിരവല്ലി ക്ഷേത്രത്തിൽ അവിടെ കുറച്ച് പ്രസാദം വെച്ച് സമർപ്പിക്കാനും പിന്നെ അത് നമ്മൾ വരുന്ന വഴിക്ക് ഓരോരുത്തർക്ക് കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതുണ്ടാക്കുന്നതിനുള്ള പാത്രമാണ് ഈ കാണുന്നത്. ഇവിടെ കാണുന്ന ആ ഒരു കുന്നാണ് നമ്മൾ പോകുന്ന ആ ഒരു കുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നേരെ കടയിൽ പോകുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, ഇവിടെ നേരെ പോകുന്നുണ്ട്. ഇതോടെ ഈ ഒരു വട്ടം ഉണ്ടാ, ഇനി കടയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ കടയിൽ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകാൻ വരുന്നപ്പോൾ ഭയങ്കര മഴ. ഇവന്താ ഇവിടെ വളർന്നു വരുന്നൊരു വ്ളോഗറാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ പോകാതിരുന്നത് ഭയങ്കര മഴ. മിക്കവാറും നാളെ രാവിലത്തേക്ക് പോകാനായിട്ടുള്ള പദ്ധതിയാണ് ഇനിയിപ്പോൾ. നമ്മൾ വൈകുന്നേരം കുന്നിൽ പോകാൻ പ്ലാനിട്ടതാണ്, അമ്പലത്തിൽ പോകാൻ പ്ലാനിട്ടതാണ്. പക്ഷെ ഭയങ്കര മഴ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി നാളെ രാവിലെ പോകാനുള്ള പദ്ധതിയിലേക്ക് നമ്മുടെ പ്ലാനെല്ലാം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു മഴ പെയ്തു. അങ്ങനെ നമ്മൾ ഇന്ന് പോണില്ല എന്ന് വെച്ചതാണ്. അപ്പോൾ മഴ ഇപ്പോൾ തോന്നിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ പ്ലാൻ മാറ്റിയിട്ട് വീണ്ടും പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെ പരീക്ഷണമായിട്ട് നമ്മൾ കണ്ട് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ പോവുകയാണ്. എന്ത് വന്നാലും പോകും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഡേയ് വാഴയില വിട്ടുണ്ടേ, ആണ്ടേ ഇതൊക്കെ നല്ല സൂപ്പർ ഇലയാണ്. ഇനി മഴ പെയ്യൂല ഏട്ടാ, അതുവഴി പോവാം നമുക്ക്. അത് കത്തിക്കണം. ഇതൊക്കെ നമ്മുടെ തനി നാട്ടൻ പറ കേട്ടോ. ഇങ്ങനെ കിട്ടണമെങ്കിലേ. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് എന്നിട്ട് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വയലിൽ അമ്പലത്തിലെത്തി. ഇത് മാം വൃത്തിയാക്കി തന്നെ ഇവിടെ ആനം വെച്ച് നമ്മൾ ലൈറ്റർ ഉണ്ട്. ഓരോരുത്തിരി ഒരുവിധം നല്ല ആളായിരുന്നു. പിന്നെ അവസാനം ഞാൻ വന്ന് വിഷ്ണു വന്ന് ചാടി. അതുകൊണ്ട് അങ്ങനെ നമ്മളിവിടെ തിരിയൊക്കെ തെളിച്ചു വെച്ചു. ഇത് ശരിക്കും ആയിരവല്ലി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് കേട്ടോ. ഇത് വയലിൽ ആയിരവല്ലി, നമ്മൾ പോകുന്നത് കുന്നിൽ ആയിരവല്ലി. ഈ ആയിരവല്ലി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഈ ഗോത്ര ജനവിഭാഗം, അതായത് അതിൻ്റെ ഒരു ചരിത്രം പറയുന്നത് ഈ കാണി വിഭാഗത്തിലുള്ള ആൾക്കാർ, അതായത് പണ്ട് മലകൾ കേന്ദ്രീകരിച്ച് കിടന്നിരുന്ന ആൾക്കാരെ വെച്ചാരാധിച്ചിരുന്ന, അത് അവരുടെ കുലദേവതയൊന്നും അല്ല എങ്കിൽ പോലും അവർ വെച്ചാരാധിച്ചിരുന്ന ആ ഒരു ആരാധനാമൂർത്തികളാണ് ആയിരവല്ലി എന്നുള്ളതാണ് ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഒരു മലയുടെ മുകളിലായതുകൊണ്ട് ശരിക്കും ഒരു കാലത്ത് ഗോത്രവർഗം ആരാധിച്ചിരുന്ന ആ ഒരു ദേവത തന്നെ ആയിരിക്കാം ഈ ഒരു ആയിരവല്ലി എന്ന് പറയുന്നത്. ശിവാംശമാണ് ഈ ഒരു ആയിരവല്ലി എന്ന് പറയുന്നത് ഭൂമി ദേവിയുടെ തുടപിളർന്ന് അവതരിച്ച ഒരു ദേവനാണ് ആയിരവല്ലി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാവിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ശൈവാംശമായിട്ടുള്ള മുത്തപ്പന് വളരെയധികം പ്രാധാന്യമുണ്ടല്ലേ. എന്നതുപോലെ നമ്മുടെ കൊല്ലം ജില്ലയിൽ വളരെ പ്രാധാന്യമുള്ള, പ്രത്യേകിച്ച് ഈ ഒരു മലയോര മേഖലയിലൊക്കെ, അതായത് നമ്മുടെ ആ ഒരു പശ്ചിമഘട്ടത്തിൻ്റെയൊക്കെ ചേർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ കൊല്ലം ജില്ല, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ല, ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആ ഒരു ശൈവമൂർത്തി സങ്കല്പമാണ് ഈ ഒരു ആയിരവല്ലി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ എല്ലാ മാസവും ഇതുപോലെ പോയിട്ട് നമ്മൾ അന്നദാനം നടത്തും. അന്നദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേർ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ മധുരദേദ്യങ്ങളൊക്കെ നമ്മൾ സമർപ്പിച്ചിട്ട് വരുന്ന വഴി എല്ലാവർക്കും കൊടുത്ത്
ഒരു അന്നദാനം പോലെ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും നമ്മൾ പോകുന്നത്. കണ്ടില്ലേ ഇവിടെ ആൾക്കാരിപ്പോൾ കൃഷിയൊക്കെ ചെയ്ത് വരുന്നുണ്ട്. ഒരു കണ്ടം നിറയെ നെല്ല് വിളഞ്ഞു കിടക്കുകയാണ്. എല്ലാ തവണയും ഈ പാറയുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ പിടിക്കും. കാരണം അവിടെ ഒരു വീട്ടിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അരിയൊക്കെ കഴുകിയിട്ട് പോകുന്നത് അവിടെ നിന്നാണ്. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വിറക് കൂടി എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മഴ പെയ്ത് നനഞ്ഞിരിക്കുകയാണ്. വിറക് നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വാ, പാത്രം ഒന്ന് കഴുകണം. തെന്നി കിടക്കാണ്. പട്ടിയെടുത്തുണ്ടോ? എന്താ ഈ വീട്ടിൽ നിന്നാണ് നമ്മൾ വെള്ളം കോരുന്നത്. ഇന്നിപ്പോൾ ഏപ്രിൽ 2-ാം തീയതി ആണ് കേട്ടോ. ഇന്ന് നല്ലൊരു മഴ പെയ്തു ഇവിടെ. നമുക്ക് എന്നും സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന അമ്മയാണ് കേട്ടോ അത്. അമ്മ ഒരു ഹായ് പറഞ്ഞോ അമ്മ. ഹായ്. ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മുടെ കുന്നിൽ ആയിരവല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അവിടെ അരി കഴുകുന്നുണ്ട്. അമ്മ നമുക്ക് കുറച്ച് വിറകൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. കാര്യം ഇന്നിവിടെ മഴ പെയ്ത് ഇവിടെ മുഴുവൻ നനഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ കുറേ വിറക് തന്നു. മതി മതി. അത് കിട്ടാല്ലേ. തീയിരിക്കാൻ കുറച്ച് ചിരട്ട. ശരി. ഞാൻ പറഞ്ഞു കോഴി അടിച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഭദ്രമായി. ശരി. ഇതിനകത്ത് തോന സാധനമുണ്ട് കേട്ടോ. പാത്രങ്ങളുണ്ട്, അരി സാധനം, പിന്നെ വിറക്. ഇതെല്ലാം കൂടെ ചുവന്നുകൊണ്ട് പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ട്. എന്തായാലും നമ്മൾ ബുദ്ധിമുട്ടി കഴിഞ്ഞാലേ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് നേരെ കുന്നി ചെന്നിട്ട് കാണാം. ആണല്ലേ? അപ്പോൾ ഈസി ആയിട്ടങ്ങ് പോവാണ് കൈ വീശി. അപ്പോൾ ശരി, ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് മേലെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ കുന്നിൻ്റെ ഏറ്റവും അടിഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിറയെ കണിക്കൊന്ന പൂത്ത് കിടപ്പുണ്ട് കേട്ടോ. തളർന്നു പോയാ പൂവാ? തളർന്നു പോയാ? അല്ല, നമ്മൾ സൈഡോടുള്ള. അപ്പോൾ നമ്മളെ കൂടാതെ വേറൊരപ്പം വരുന്നുണ്ട്. എന്തോ? നമ്മളെ കൂടെ വേറൊരപ്പം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ മഴ പെയ്താൽ കോട ഇളകുന്നുണ്ടോ? അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി. അങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് ഈ പാറകളൊക്കെ ഇങ്ങനെ ചൂടിങ്ങനെ നീരാവി ഇളവാണ് കേട്ടോ. അങ്ങനെ എത്ര മണിയാടാ? 5 മണി. 6, 9, 7, 8 മണിയോട് കൂടി 3 ഒറ്റ ചിത്ര തോപ്പാണ്. ഒരെണ്ണം തൂവാണ്. 4 ഇരട്ടയായി. അപ്പോൾ ഇനി നമ്മൾ നേരെ പോയിട്ട് അവർ പായസമൊക്കെ ഇടുന്ന കാഴ്ചകളാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ 2 പേരുണ്ടായിരുന്നുള്ളൂ. ഇപ്പം 4 പേരായിട്ടുണ്ട്. എന്താ വിറവുണ്ട്. അങ്ങനെ നമ്മൾ കുന്നിൽ ആയിരവല്ലി അപ്പൂപ്പൻ്റെ നടയുടെ മുൻഭാഗത്തെത്തി. അങ്ങനെ നമ്മൾ ഐതിഹാസികമായിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചെറുപയറൊന്ന് അവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാവ് സെറ്റാക്കുകയാണ്. കണ്ടില്ലേ? മാവ് നമ്മൾ സെറ്റാക്കുന്നത് പഴത്തിലാണ്. പഴം. അങ്ങനെ നമ്മളിവിടെ കൽവിളക്കൊക്കെ കത്തിച്ചു. പാൽപ്പായസം നേദിച്ചു. ഇവിടെ നെയ്യ് വിളക്ക് കത്തിച്ചു. അത് സെറ്റ്.